ഇടതുപക്ഷത്തിനും ഇന്ത്യൻ യുവതയ്ക്കും വൻ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശയരംഗത്ത് കിടയറ്റ സേവനങ്ങൾ നൽകുകയും പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ അഗ്രഗണ്യനായി പ്രവർത്തിക്കുകയും ചെയ്ത യെച്ചൂരിയുടെ നിസ്തുല സേവനത്തെ ആർക്കും കുറച്ചു കാണാനാകില്ല. യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തായിരുന്നു എന്നത് ഇനി നേതാക്കൾ തിരിച്ചറിയും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് ഉച്ചയ്ക്കാണ് അന്തരിച്ചത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ന്യൂഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഓഗസ്റ്റ് 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏതാനും ദിവസം മുൻപ് നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. 2015 മുതൽ തുടർച്ചയായി 3 തവണ CPM ജനറൽ സെക്രട്ടറിയായിരുന്നു സീതാറാം യെച്ചൂരി. JNUവിലെ പഠനകാലത്താണ് യെച്ചൂരി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. SFIയിലൂടെ പടിപടിയായി ഉയർന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ച പാർലമെന്റേറിയനായും അദ്ദേഹം പേരെടുത്തു. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു യെച്ചൂരി. 1992-ൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ 40-ാം വയസ്സിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി. 2015-ൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു. 2018-ൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും CPM ദേശീയ അധ്യക്ഷനായി. 2022-ൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ 3-ാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി 1952 ഓഗസ്റ്റ് 12-ന് മദ്രാസിലാണ് ജനിച്ചത്. സർവേശ്വര സോമയാജി യെച്ചൂരിയുടെയും ഭാര്യ കൽപ്പികയുടെയും മകനായിരുന്നു. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം JNUവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. JNUവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി. 1974-ൽ SFIയിൽ അംഗമായി. 3 വട്ടം JNU സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി. JNUവിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ഒളിവ് ജീവിതം മൂലം പൂർത്തിയാക്കാനായില്ല. അടിയന്തരാവസ്ഥ കാലത്ത് 1975-ൽ അദ്ദേഹം അറസ്റ്റിലായി. 1978-ൽ SFIയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1986-ൽ SFI ദേശീയ പ്രസിഡന്റായി. 1984-ൽ 32-ാം വയസ്സിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായത്. 1988-ൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. പിന്നീട് ഉയരങ്ങളിലേക്ക് യെച്ചൂരി നടന്നു കയറുകയായിരുന്നു. പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്ററായിരുന്നു. 2005-ൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തക സീമ ചിറ്റ്സിയാണ് ഭാര്യ. അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ ആശിഷ് യെച്ചൂരി, ഡോക്ടർ അഖില യെച്ചൂരി, ഡാനിഷ് എന്നിവർ മക്കളാണ്.